ഡൽഹിയിലേക്കാണ്. അവിടെ നിന്നുള്ള ഒരു വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വരുന്നുണ്ട്. ഗൗതം, കലിമ ചൊല്ലിയില്ലെങ്കിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമെന്ന വിവാദ പ്രസ്താവനയുമായി ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റാഷിദി. കലിമയുടെ പേരിൽ ഹിന്ദുക്കൾ മരിച്ചാലേ അവർക്ക് ഭയമുണ്ടാവുകയുള്ളൂ എന്നാണ് സാജിദ് റാഷിദിയുടെ പ്രസ്താവന. കലിമ ചൊല്ലിയാൽ മാത്രമേ താൻ ഭാരത് മാതാ കി ജയ് എന്ന് പറയൂ എന്നും ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് ആദ്യം ആ പ്രതികരണത്തിലേക്ക്. कलमा नहीं पढ़ोगे तो तुम मार दिए जाओगे, कि या तो कलमा याद कर लो नहीं तो मार दिए जाओगे। मुसलमानों से जब भी तो डरेंगे हिंदू, जब 2-4 हिंदू मरेंगे, 10-20 हिंदू मरेंगे कलमे के नाम पर, मुसलमान के नाम पर, इसके नाम पर, उसके नाम पर, तभी तो डरेंगे। आप कलमा बोलो, मैं भारत माता की जय बोल देता हूँ। നന്ദനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നന്ദൻ, മഹാരാഷ്ട്രയിലുണ്ടായ പഹൽഗാം മോഡൽ ഭീകരാക്രമണ ശ്രമം, അതിന് പിന്നാലെ വരുന്ന ഇത്തരം പ്രസ്താവനകൾ അത് വലിയ പ്രതിഷേധാത്മകമാണ്. തീർച്ചയായും നിയമ നടപടിയടക്കം ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടതാണ്. എന്തായാലും അതായത് കലിമ ചൊല്ലിയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ആഹ്വാനം ഒളിഞ്ഞു കിടപ്പുണ്ട് അയാളുടെ വാക്കുകളിൽ. റഖി, കലിമ ചൊല്ലിയില്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടുമെന്ന് പരസ്യമായ വിദ്വേഷ പ്രചരണം അല്ലെങ്കിൽ പരസ്യമായി കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് ഈ റാഷിദി എന്നുള്ളതാണ്. സാജിദ് റാഷിദി നേരത്തെയും വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. സ്വാതി മലിവാളിനെതിരെ ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിച്ചതിനെതിരെ ഈ റാഷിദിക്കെതിരെ നേരത്തെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾ പലപ്പോഴും ഇത്തരത്തിൽ വർഗീയ വിദ്വേഷ പ്രചരണം നടത്താറുണ്ട്. ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇയാൾ കലിമ ഇല്ലെങ്കിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമെന്നുള്ള വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 10-20 ഹിന്ദുക്കൾ മരിച്ചാൽ മാത്രമേ അവർ പഠിക്കൂ എന്നുള്ള തരത്തിൽ അത് ഇയാൾ പ്രതികരിച്ചത്. അവർക്ക് ഭയമുണ്ടാകൂ, ഹിന്ദുക്കൾക്ക് ഈ 10-20 ഹിന്ദുക്കൾ മരിച്ചാൽ മാത്രമേ അവർക്ക് ഭയമുണ്ടാകൂ എന്നുള്ളതാണ് ഇയാളുടെ പ്രതികരണം. കലിമ ചൊല്ലിയാൽ മാത്രമേ താൻ ഭാരത് മാതാ കി ജയ് വിളിക്കൂ എന്നുള്ളതും ഇയാൾ വ്യക്തമാക്കുന്നു. പരസ്യമായി നടത്തിയ ഇത്തരം ഒരു കൊലപാതക ആഹ്വാനം, അതിനെതിരെ കടുത്ത പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ ഉത്തരവാദിത്തപരമായ ഒരു ചുമതലയിലിരിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പ്രചരണം അല്ലെങ്കിൽ അത്തരം ആഹ്വാനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഖലിമ എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസത്തെ സ്തുതിക്കുന്ന ഖുർആൻ വചനങ്ങളാണ്. അങ്ങനെ ഖലിമ ചോദിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ഭാരതത്തിൽ നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. ISIS രീതിയാണ് അത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണം മുതലാണ് ഈ ഖലിമ എന്നുള്ള വാക്ക് പ്രധാനമായും ഭാരതത്തിൽ കൂടുതലായി ശ്രദ്ധേയമായി കേട്ടുതുടങ്ങിയത് എന്നുള്ളതാണ്. അതായത് അന്ന് പഹൽഗാമിൽ ഏതാണ്ട് 26 പേരെ അവരുടെ മതം ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഖലിമ ചൊല്ലുവാൻ അറിയുമോ എന്നുള്ളത് ചോദിച്ചുകൊണ്ടായിരുന്നു അവരെ കൊലപ്പെടുത്തിയത്. എന്നാൽ മുംബൈയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച മുംബൈയിലും സമാനമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. 2 സെക്യൂരിറ്റി ജീവനക്കാരെ ഖലിമ ചൊല്ലുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒരാൾക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്ത സംഭവമുണ്ടായിരുന്നു. ഇങ്ങനെ ഖലിമ ചൊല്ലുന്ന അല്ലെങ്കിൽ ഖലിമയുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഭാരതത്തിൽ ഇങ്ങനെ തുടർക്കഥയാകുമ്പോഴാണ് ഈ ഇമാം അസോസിയേഷൻ്റെ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും സാജിദ് റാഷിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വിവാദ പ്രസ്താവനയുണ്ടത്. തികച്ചും വർഗീയപരമായ പരാമർശം, ഒരു സമൂഹത്തെ തന്നെ, ഒരു വിഭാഗത്തെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ നടത്തുന്ന ആഹ്വാനം എന്ന നിലയിലാണ് ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്. ഖലിമ ചൊല്ലാൻ അറിയാത്തവർ ജീവിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ അവർ മരണത്തിന് കീഴടങ്ങണമെന്നുള്ള ആഹ്വാനം, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിൻ്റെ അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത്തരത്തിൽ വർഗീയ പരാമർശവും വിദ്വേഷം നിറഞ്ഞ പരാമർശവും ഒപ്പം തന്നെ കൊലപാതകത്തിനുള്ള ആഹ്വാനവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. BJPയും ഹൈന്ദവ സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും വരും മണിക്കൂറിൽ ഇയാൾക്കെതിരെ കർശനമായ നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കം. നന്ദൻ, എന്തായാലും മാറാട് കൂട്ടക്കൊല നടന്ന അതേ ദിവസം തന്നെ മുസ്ലിം തീവ്രവാദികളുടെ ഭാഗത്ത് നിന്നും ഇതേ പ്രസ്താവനകൾ നടക്കുകയാണ്. അപ്പോൾ 23 വർഷങ്ങൾക്ക് മുമ്പ് മാറാടിന്റെ മണ്ണിൽ ഹിന്ദുക്കളെ കൊന്നതും കലിമ ചൊല്ലാൻ അറിയത്തില്ല എന്നതിൻ്റെയൊക്കെ പേരിൽ തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വർഷങ്ങൾക്കിപ്പുറവും ഇസ്ലാമിക ഭീകരവാദികൾ പഹൽഗാമും മാറാടുമൊക്കെ ആവർത്തിക്കും എന്ന ആഹ്വാനം നടത്തുമ്പോൾ